ഹലോ മക്കളെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ ചാപ്റ്ററാണ് ബ്രേക്കിംഗ് ദി ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പേ പരമാവധി ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യം തന്നെ പറയാണ്, എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെയാണ്. ഡിസ്ക്രൈബ് ദി ലൈഫ് ഓഫ് ശ്രീകാന്ത് ബൊല്ല focusing on the struggles he faced and the achievements he made. ഡിസ്ക്രൈബ് ദി ലൈഫ് ഓഫ് ശ്രീകാന്ത് ബൊല്ല, അതായത് ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ പറ്റിയിട്ട് വിവരിക്കാനാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വിവരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ പറ്റിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണത്? അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതും കൂടാണ്ട് അദ്ദേഹം ജീവിതത്തിൽ നേടിയിട്ടുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഡിസ്ക്രൈബ് ദി ലൈഫ് ഓഫ് ശ്രീകാന്ത് ബൊല്ല ഫോക്കസിംഗ് ഓൺ ദി സ്ട്രഗിൾസ് ഹി ഫേസ്ഡ് ആൻഡ് ദി അച്ചീവ്മെന്റ്സ് ഹി മെയ്ഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് കടക്കാം. ശ്രീകാന്ത് ബൊല്ലാസ് ലൈഫ് ഈസ് എ ട്രൂ സ്റ്റോറി ഓഫ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെയും ദൃഢതയുടെയൊക്കെ ഒരു കഥയാണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹി വാസ് ബോൺ വിഷ്വലി ഇംപയർഡ് ഇൻ എ പുവർ ഫാമിംഗ് ഫാമിലി ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ജന്മന കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. From the very beginning, society treated him as a burden and many people even advised his parents to give him away. അതായത് തുടക്കത്തിൽ തന്നെ ഈ ഒരു സമൂഹം അദ്ദേഹത്തിന് ഒരു തലവേദനയായിട്ടാണ് കണ്ടിരുന്നത്. സമൂഹം അദ്ദേഹത്തിന്റെ പാരന്റ്സിനോട് ഇദ്ദേഹത്തെ ഉപേക്ഷിക്കാനും ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ട് കളയാനും ഒക്കെയാണ് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹിസ് പാരന്റ്സ് സ്റ്റുഡ് ബൈ ഹിം ആൻഡ് ദാറ്റ് സപ്പോർട്ട് ഗേവ് ഹിം ദി സ്ട്രെങ്ത് ടു ഡ്രീം ബിഗ്. എന്നാൽ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കള് എന്ത് ചെയ്തു? ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന തന്റെ മകന് വേണ്ടിയിട്ട് ആ ഒരു രക്ഷിതാക്കൾ നിന്നു. സമൂഹം എന്തു പറയുന്നു, എന്തു ചെയ്യുന്നു എന്ന് അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, കൺസേൺ ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു നമ്മൾ ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ പാരന്റ്സ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ, തന്റെ മകനെ സംരക്ഷിക്കാനാണ് അവർ നോക്കിയത്. തന്റെ മകന് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും നൽകാനാണ് അവർ ആഗ്രഹിച്ചത്. സമൂഹത്തിന്റെ വാക്ക് കേൾക്കാൻ അവര് താല്പര്യപ്പെട്ടിട്ടില്ലായിരുന്നു. ആൻഡ് ദാറ്റ് സപ്പോർട്ട് ഗേവ് ഹിം ദി സ്ട്രെങ്ത് ടു ഡ്രീം ബിഗ്. അങ്ങനെ ആ ഒരു രക്ഷിതാക്കളുടെ ആ ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് വലിയ വലിയ ആഗ്രഹങ്ങൾ കാണാൻ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഊർജം പകർന്നത്. ഇൻ സ്കൂൾ ശ്രീകാന്ത് ഫേസ്ഡ് മെനി സ്ട്രഗിൾസ്. സ്കൂൾ കാലഘട്ടത്തിലും ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് അധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഹി വാസ് ഡിനൈഡ് അഡ്മിഷൻ ടു ദി സയൻസ് സ്ട്രീം ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ബ്ലൈൻഡ്നെസ്. അതായത് അദ്ദേഹത്തിന് കാഴ്ചശക്തി ഇല്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സയൻസ് സ്ട്രീം എടുക്കാൻ വേണ്ടിയിട്ട് പലരും വിലക്കിയിരുന്നു. ബട്ട് ഹി റെഫ്യൂസ്ഡ് ടു ഗിവ് അപ്പ്. അദ്ദേഹം എന്ത് ചെയ്തു? എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച്, ആഗ്രഹത്തിനു പിന്നാലെ അദ്ദേഹം സഞ്ചരിച്ചു. With hard work and dedication, he completed his studies and later applied abroad. കഠിനാധ്വാനത്തോട് കൂടിയിട്ടും അതേപോലെ തന്നെ ദൃഢതയോട് കൂടിയിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? സയൻസ് പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ തുടർ പഠനം അദ്ദേഹം എന്ത് ചെയ്തു? വിദേശത്ത് കൊടുത്തു. ഹിസ് ടാലന്റ് ആൻഡ് കോൺഫിഡൻസ് ഹെൽപ്ഡ് ഹിം സെക്യൂർ അഡ്മിഷൻ അറ്റ് ദി വേൾഡ് ഫേമസ് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അങ്ങനെ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് വിദേശത്ത് MIT, അത് തന്നെ MIT എന്ന് പറയാൻ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടെ അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിക്കുകയും അവിടെ പഠിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ശ്രീകാന്ത്സ് അച്ചീവ്മെന്റ്സ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് വിത്ത് ഹിസ് പേഴ്സണൽ സക്സസ്. ഈ ഒരു വിജയങ്ങൾക്ക് മാത്രം ഒതുങ്ങിയില്ല അദ്ദേഹം. ഹി ഫൗണ്ടഡ് ബോളണ്ട് ഇൻഡസ്ട്രീസ്, എ കമ്പനി ദാറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ടു പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അദ്ദേഹം എന്ത് ചെയ്തു? ബോളണ്ട് ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചു. അതെന്താണ് ബോളണ്ട് ഇൻഡസ്ട്രീസ്? അതിൽ നിന്ന് എന്താണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്, ജോലി നൽകാൻ വേണ്ടിയിട്ട്, അവരുടെ ജീവിതവും നല്ല രീതിയിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബോളണ്ട് ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചു. ദിസ് ഷോസ് ഹിസ് കമ്പാഷൻ ആൻഡ് വിഷൻ ഫോർ ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി. ഇതെന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? അദ്ദേഹം സ്വയം സക്സസ് അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം സമൂഹത്തിനെ കൂടി പരിഗണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് ബൊല്ലാസ് ജേർണി ഫ്രം റിജക്ഷൻ ടു റെക്കഗ്നിഷൻ proves that no barrier is too strong if one has courage, determination and self-belief. ശ്രീകാന്ത് ബൊല്ലാസ് ജേർണി ഫ്രം റിജക്ഷൻ ടു റെക്കഗ്നിഷൻ, അതായത് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്
പല റിജക്ഷനിൽ നിന്നും ഒരു അംഗീകാരം കിട്ടിയ ഒരു ജീവിതമാണ്. അതായത് അദ്ദേഹത്തിന് ബാല്യകാലത്ത് ഒരുപാടധികം പേര് അദ്ദേഹത്തെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാടധികം പേര് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ അദ്ദേഹം ഉയർന്നു വന്ന് അതിൽ നിന്നുമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത വ്യക്തിയാണ്. proves that no barrier is too strong if one has courage and determination and self belief. അതായത് ഇതെന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസവും അതേപോലെ തന്നെ ദൃഢതയും അതേപോലെ തന്നെ എന്താണ് പരിശ്രമിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ, സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് വലിയ തടസ്സങ്ങളെയും ആ ഒരു വ്യക്തിക്ക് മറികടന്നുകൊണ്ട് ഏറ്റവും നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നാണ് ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. സോ സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.